ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ നേവി ആർമി സംഘത്തിന്റെ സംയുക്ത പരിശോധന തുടരുന്നു. കനത്ത മഴയെ തുടർന്ന് ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലായി. ഇടവിട്ടുള്ള കനത്ത മഴയും കാറ്റും ദൗത്യത്തിന് ഏറെ വെല്ലുവിളിയാകുന്നുണ്ട്. ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, ഇപ്പോൾ നിലവിലത്തെ അവിടുത്തെ അവസ്ഥ എന്താണ്? മറ്റു വിശദാംശങ്ങൾ കൂടി. ലക്ഷ്മി, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം നമുക്ക് കിട്ടിയതനുസരിച്ച് നദിയിൽ നിന്ന് ഒരു സിഗ്നൽ കൂടി ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ ഐബോട്ട് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഈ സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. ഈ സിഗ്നൽ ലഭിച്ചത് ലോറിക്ക് സമാനമാണെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട സേനാ ഉദ്യോഗസ്ഥരുള്ളത്. ഈ നദിക്ക് സമീപമുള്ള മൺകൂണിന്റെ അടുത്തു നിന്നാണ് ഇത്തരത്തിലൊരു സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും തിരച്ചിൽ, അതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സ്ക്യൂബ ഡൈവേഴ്സ് എന്തായാലും പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. ബോട്ടിൽ നിന്നുകൊണ്ട് ഈ ഒരു മൺകൂണിന്റെ വശങ്ങളിലേക്ക് എന്തായാലും ഈ സ്ക്യൂബ ഡൈവേഴ്സ് എത്തിച്ചേർന്നു. പക്ഷേ ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കനത്ത വെല്ലുവിളി എന്ന് പറയുന്നത് അടിയിലുള്ള ശക്തമായിട്ടുള്ള കുത്തൊഴുക്ക് തന്നെയാണ്. യാതൊരു കാരണവശാലും ഈ നദിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പരിശോധന നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും അവിടെയില്ല, നിലവിൽ അവിടെയില്ല. അല്പസമയം മുമ്പ് വരെ മഴ പെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഈ ദിവസവും കഴിഞ്ഞ 2 ദിവസങ്ങളായിക്കൊണ്ട് തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് മഴ പൂർണ്ണമായും ഇല്ല എന്നല്ല, മറിച്ച് ഇടവിട്ടുള്ള മഴയ്ക്ക് ഒരു ശമനമുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2 തവണ മാത്രമാണ് അത്തരത്തിൽ മഴ പെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ 2 തവണ മാത്രമാണ് മഴ കാര്യമായിക്കൊണ്ട് ഈ തിരച്ചിൽ നടത്തുന്ന സമയത്ത് പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മഴ മാറി നിൽക്കുമ്പോഴും ഈ അടിയിലുള്ള ഈ ഒരു കുത്തൊഴുക്ക് കുറയാത്തത് തന്നെയാണ് ഈ ഒരു രക്ഷാദൗത്യത്തിന് ദുഷ്കരമായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ കർണാടക IBയിൽ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരടക്കമുള്ള ആളുകളും കർണാടകയുടെ ഭരണകൂടത്തിലുള്ള ഉദ്യോഗസ്ഥരും കളക്ടർ അടക്കമുള്ള ആളുകളും കൂടിയിട്ടുള്ള ഒരു സംയുക്ത അവലോകന യോഗം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് തീരുകയും തുടർന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മുഹമ്മദ് റിയാസും തിരുവമ്പാടി MLA ലിൻഡോ ജോസഫും ബാലുശ്ശേരി MLA സച്ചിൻ ദേവും അടക്കമുള്ള ആളുകളും ആണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. കർണാടകയിൽ നിന്ന് കളക്ടർ അടക്കമുള്ള ആളുകളും ഉണ്ട്. എന്തായാലും ഈ ഒരു യോഗത്തിന് ശേഷം തന്നെയായിരിക്കും രക്ഷാദൗത്യം ഇനി ഏത് തരത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്, അതായത് രക്ഷാദൗത്യം യാതൊരു കാരണവശാലും നിർത്തരുത് എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അത് കർണാടകയെ അറിയിക്കുമെന്നാണ് അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. എന്തായാലും ഈ തിരച്ചിൽ 11ാം ദിവസത്തേക്ക് നീളുമ്പോഴും യാതൊരു തരത്തിലുള്ള ശുഭസൂചനകളും ലഭിക്കുന്നില്ല എന്ന് വളരെയധികം ഒരു സങ്കടകരമാകുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അടക്കം കാര്യമായിട്ടുള്ള ഒരു തിരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നും സമാനമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. ഇന്നും നദിയിൽ ഇറങ്ങിക്കൊണ്ടുള്ള തിരച്ചിലുകൾക്ക് സാധിക്കുന്നില്ല. ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഘട്ടം എന്ന് പറയുന്നത്, ഈ സ്ക്യൂബ ഡൈവേഴ്സ് ഈ നദിയിൽ ഇറങ്ങിക്കൊണ്ട് ഈ ക്യാബിനകത്ത് അർജുന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പുഴയിലെ കുത്തൊഴുക്ക് വളരെ അധികം ഉള്ളതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കിടക്കാൻ നേവിക്ക് സാധിക്കുന്നില്ല. എന്തായാലും മഴ അല്പസമയമായി മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും പുതിയ വിവരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കമ്പനിയുമായി സംസാരിച്ചപ്പോൾ, അതായത് ഈ മേഴ്സി ബെൻസിന്റെ കമ്പനിയുമായി സംസാരിച്ചപ്പോൾ ഈ ക്യാബിനിൽ നിന്ന് ഈ ലോറി വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ തടികൾ സ്വാഭാവികമായും വിട്ടുപോയിട്ടുണ്ടാവാം എന്ന് പറയുന്നു. ആദ്യ ഘട്ടത്തിലെ സൂചന അനുസരിച്ച് ഏതാണ്ട് പുഴയിൽ നിന്ന് 40 മീറ്റർ അകലെയെന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ഐബോർഡ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തിരച്ചിൽ നിന്ന് ഏതാണ്ട് 60 മീറ്റർ അകലെയാണ് ഇപ്പോൾ ലോറിയുടെ സ്ഥാനം എന്നാണ് നിർണ്ണയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, പൂർണ്ണമായിട്ടുള്ള ഒരു ഉറപ്പല്ല, മറിച്ച് ഈ ശക്തമായിട്ടുള്ള ഊഹം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതായത് ഈ സിഗ്നലുകളും അത്തരത്തിലുള്ള സാഹചര്യമായിട്ടുള്ള തെളിവുകളും വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 60 മീറ്റർ ദൂരെ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 3ാമത്തെ സ്പോട്ട് എന്ന് അദ്ദേഹം പറയുന്ന സ്ഥലം ഈ നദിയുടെ ഏറ്റവും ആഴത്തിലുള്ള സ്ഥലമാണ്, അതായത് ഏറ്റവും അടിത്തട്ടിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ അതിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു രക്ഷാദൗത്യം, മുൻകൊണ്ടുള്ള രക്ഷാദൗത്യം ഇപ്പോഴും വിലങ്ങുതടിയായി നിൽക്കുകയാണ്. കുത്തൊഴുക്ക് തന്നെയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രതികൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ കാരണം. ലക്ഷ്മി.